സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയ വിചാരത്തിൽ 13ാമത്തെ ദശകത്തിൽ 2 ശ്ലോകമാണ് പറഞ്ഞത്. വെള്ളത്തിൽ ഹിരണ്യാക്ഷൻ താഴ്ത്തി വെച്ചതായിരിക്കുന്ന ഭൂമിയെ ഭഗവാൻ വരാഹസ്വരൂപം സ്വീകരിച്ച് തൻ്റെ തേറ്റമേൽ ഉദ്ധരിച്ചുവെന്നും ആ വിഷ്ണുവിനോട് പകരം വീട്ടാൻ താൻ കൊണ്ടച്ച ഭൂമി വെള്ളത്തിനെടുക്കാൻ മാത്രം വിഷ്ണു ആയി തീർന്നുവോ, അപ്പോൾ തൻ്റെ എതിരാളിയാണ് എന്ന് പ്രഖ്യാപിക്കലല്ലേ അത്? അങ്ങനെയാണെങ്കിൽ ആ വെല്ലുവിളി സ്വീകരിച്ച് വിഷ്ണുവിനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നത് ഹിരണ്യാക്ഷൻ്റെ ദൗത്യമായി മാറിയിരിക്കുകയാണ്. അപ്പം ഹിരണ്യാക്ഷം താവത് ഭരതഭവതന്വേഷണപരം, അങ്ങയെ അന്വേഷിച്ച് തൻ്റെ കണങ്കാല് വരേക്കുമുള്ള പ്രളയജലം എന്ന് പറഞ്ഞാൽ പനക്കണക്കിന് ഉയരത്തിൽ വെള്ളമാണ്. പക്ഷേ ഹിരണ്യാക്ഷൻ്റെ ആ കണങ്കാല് വരെയുള്ളൂ എന്നർത്ഥം. ആ വെള്ളത്തിൽ തെരഞ്ഞ് നാരദ മഹർഷിയെ കണ്ടു. നാരദ മഹർഷിയാവട്ടെ ദൈത്യന്മാരെ പ്രശംസിച്ചുകൊണ്ട്, അസുരന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് ദേവന്മാരെയും വിഷ്ണുവിനെയും താഴ്ത്തി ആ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഹിരണ്യാക്ഷനെ മൃത്യുവക്ത്രത്തിലേക്ക് നയിക്കുകയാണ്. അത് മൃത്യുവക്ത്രത്തിലേക്കാണ് എന്ന് ഹിരണ്യാക്ഷൻ അറിഞ്ഞില്ല. അപ്പം അങ്ങനെ പോയിട്ട് കണ്ടു. അതാ വിഷ്ണുവിനെ കണ്ടിരിക്കുന്നു. അങ്ങനെ വിഷ്ണുവിനോട് എതിർക്കണ വാക്യങ്ങൾ പറയുകയാണ് ഹിരണ്യാക്ഷൻ. 3ാമത്തെ ശ്ലോകം. അഹോ ആരണ്യോയം മൃഗൈതികസന്തം ബഹുതരേ ദുരുക്തേർവിദ്യന്തം ദിതസുതമവജ്ഞായ ഭഗവൻ മഹിം ദൃഷ്ട്വാ ദംഷ്ടാശിരത്തി ചകിതാം സ്വേനമഖസ പയോധാവാധായ പ്രസവം ഉദയുക്ത മൃതവിധൗ. കണ്ട ഉടനെ തന്നെ കളിയാക്കി. പന്നിയുടെ വേഷമാണോ വിഷ്ണുവിന് കെട്ടാൻ കിട്ടിയുള്ളൂ? കഷ്ടം. എത്ര നല്ല നല്ല വേഷങ്ങളുണ്ട്. മുനിവേഷം കെട്ടിക്കൂടെ? ദേവവേഷം കെട്ടിക്കൂടെ? എനിക്ക് മനുഷ്യവേഷം കെട്ടിക്കൂടെ? ഭഗവാൻ ഇതൊന്നുമല്ല, ഏതെങ്കിലും നല്ലൊരു വേഷം കെട്ടിക്കൂടെ? സ്ത്രീവേഷമാണെങ്കിലും കൊള്ളാം. ഇത് ആരണ്യോയം മൃഗ, ഒരു കാട്ടുപന്നി. ആരണ്യം കാട്. ആരണ്യോയം മൃഗ, ഒരു കാട്ടുപദം. സിംഹാസനത്തിൻ്റെ ഗൗരവമുണ്ട്, പുലിക്കൊരു ഭംഗിയുണ്ട്. കാട്ടിൽ തന്നെ എത്ര നല്ല മാനിന് കൗതുകമുണ്ട്. ഇതൊന്നുമല്ലാണ്ട് എല്ലാവരും വെറുക്കണ, ദേഷ്യം വന്നാൽ വിളിക്കുക അല്ലേ, പന്നീന്ന് വിളിക്കുക നമ്മൾ മുഖത്ത് നോക്കിയിട്ട്. ആ പന്നിയെ കാണിച്ചു കൊടുക്കാം എന്നാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലുള്ളവരത്ര അങ്ങനെയൊക്കെ പറയാം. അവർക്ക് ദേഷ്യം വന്നാൽ പന്നീന്ന് ഒരു വിളിക്കലുണ്ട്. അവർക്ക് ആറാമാണ് ഈ പന്നി എന്ന് പറയണത്. അപ്പോൾ ആ പന്നിയോട് കുറേ ഞാൻ പറഞ്ഞു എന്നൊക്കെ ഒരു ചൊല്ല്. അപ്പോൾ ഏറ്റവും നികൃഷ്ട ജീവിയാണ് പന്നി. ആ വേഷമാണോ ഈ വിഷ്ണുവിന് കെട്ടാൻ കിട്ടിയുള്ളൂ? അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം, പരിഹസിച്ചുകൊണ്ട് ബഹുതരൈഹി ദുരുക്തൈഹി വിദ്യന്തം, പലതരത്തിലുള്ള ദുരുക്തികൾ, ചീത്ത വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അങ്ങനെ വരികയായിരുന്നു ഹിരണ്യാക്ഷൻ. ആ അസുരനെ, പല ദുരുക്തികളും പറഞ്ഞു വരുന്നതായിട്ടുള്ള അസുരനെ, അസന്തം ബഹുതരേർ ദുരുക്തേർ വിദ്യന്തം ദിതിസുതം, അങ്ങനെയുള്ളതായിരിക്കുന്ന ദിതിസുതനായിരിക്കുന്ന അസുരൻ. ദിതി എന്ന് പറഞ്ഞിട്ടുള്ള കശ്യപത്തിൻ്റെ മക്കളൊക്കെ ദൈത്യന്മാർ, അസുരന്മാർ. അതിഥിയുടെ മക്കളൊക്കെ ആതിഥേയന്മാർ അല്ലെങ്കിൽ ദേവകൾ. രണ്ടും കശ്യപൻ്റെ പത്നി വരണം. അപ്പം ദിതിസുതം, ദിതിയുടെ മക്കളൊക്കെയാണ് അസുരന്മാർ, അതിഥിയുടെ മക്കളൊക്കെയാണ് ദേവന. അതിഥി പറഞ്ഞാൽ അതിഥി അല്ല കേട്ടോ. അതിഥി നമ്മുടെ വീട്ടിൽ കയറി വരുന്ന അതിഥി അല്ല, അതിഥി. ഇവിടെ സ്പെല്ലിങ് ദീതി എന്നാണ്. അതിഥി ഇതിൻ്റെ മുമ്പിൽ ആ കൂട്ട അതിഥി.
അവരുടെ മക്കളൊക്കെയാണ് ദേവകൾ. അപ്പോൾ ദിതിസുതനെ അവജ്ഞായ അവഗണിച്ചുകൊണ്ട് എന്തെങ്കിലും പറയട്ടെ, ഇതൊക്കെ തനിക്കൊരു പ്രശ്നമാണ്. ഇതിലും വലിയ ആൾക്കാരെ കണ്ടിട്ടുള്ള ആളാണ് താൻ. അവജ്ഞായ, അതൊന്നും ഒരു ശ്രദ്ധിച്ചു തന്നെ ഇല്ല, മറുപടിയും കൊടുത്തില്ല. എന്താ മറുപടി പറയാനുണ്ടെങ്കിലല്ലേ കൊടുക്കണ്ടു. ദിതിസുതം അവജ്ഞായ, അവഗണിച്ചും കൊണ്ട് മഹീം ദംഷ്ടാശിരതി ചകിതം ദൃഷ്ട്വ. പക്ഷേ ഈ അസുരൻ്റെ കണങ്കാല് വരെ വെള്ളമുള്ളൂ എന്ന് പറഞ്ഞാൽ ഉയരെത്രയും ഉണ്ടാവും? കണക്കാക്കി പറയാൻ പറ്റുമോ ഉയരെത്രയുണ്ടാകുന്നത്? ചുമരിൻ്റെ മുകളിൽ നിന്ന് അളവെടുക്കാൻ പറ്റുമോ? ഉയരമൊന്നുമല്ല ഹിരണ്യാക്ഷൻ്റെ. നമ്മൾ അളവെടുക്കുക 6 അടി 3 മീറ്റർ എന്നൊക്കെ. അതിലൊന്നും എന്തുകൊണ്ടാണ് അളക്കുക? അങ്ങനെ അളക്കുക. അമാതിരി ഉയരത്തിലുള്ള ആളാകുമ്പോൾ ഭൂമി ദേവി എന്ത് ചെയ്തു? പേടിച്ചു. എനിക്ക് പേടിയുണ്ട്, ഭഗവാനെ പോലെ അല്ലല്ലോ. മഹീം ദംഷ്ട്ര ശിരസി ചകിതാം ദൃഷ്ട്വ. ചകിത ഭയപ്പെട്ടവൾ, സ്ത്രീലിംഗാണ്. ചകിതാം പേടിപ്പെട്ടതായിരിക്കുന്ന തൻ്റെ മഹി ഭൂമിയെ ദംഷ്ട്രയുടെ മുകളിൽ പേടിക്കുന്നതായി കണ്ട് എന്തു ചെയ്തു? സേനമഹസ പയോധൗ ആദായ. ആ ഭൂമി തൻ്റെ തേറ്റയുടെ മുകളിൽ നിന്ന് അങ്ങോട്ട് മാറ്റി നിർത്തി. ഏതായാലും ഇപ്പോൾ ഒരു സംഘട്ടനം വേണ്ടി വരും ഇവിടെ എന്നുള്ളത് ഉറപ്പാണ്. മര്യാദയ്ക്കൊരു സ്റ്റണ്ടോ ശാരീരിക സംഘട്ടനവും ഇവിടെ വേണ്ടി വന്നാൽ, മൽപ്പിടുത്തം വേണ്ടി വന്നാൽ ഭൂമി അതിലൊരു ഭാഗമാവണ്ട. ഒരേ അടിയിടയ്ക്ക് ഭൂമിക്കും കിട്ടിയെന്നൊരു അങ്ങനെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? പയോധോ ആദായ. ആ വെള്ളത്തിൽ ഭൂമിയെ ഒരു ഭാഗത്ത് ഇവിടെ ഇരുന്നോളൂ, സമാധാനിച്ചിരുന്നോളൂ, ആരും തന്നെ ഒന്നും കാണിക്കില്ല, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്ന് ധൈര്യം കൊടുത്ത് ഒരു ഭാഗത്ത് അവിടെ ഇരുത്തി. എന്നിട്ടോ പ്രസവമുദോ യുക്തകഥ തൽക്ഷണം യുദ്ധത്തിന് പുറപ്പെട്ടു. ഉദയുക്ത യുദ്ധത്തിനായിക്കൊണ്ട് പുറപ്പെട്ടു. പ്രസഭം മൃതവിധൗ, വേഗം തൽക്ഷണം താമസം കൂടാതെ മൃതം യുദ്ധത്തിനായിക്കൊണ്ട് ഉദ്യമിച്ചു എന്നർത്ഥം. യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെടുക. ഉദയുക്ത പുറപ്പെട്ടു, മൃതവിധൗ യുദ്ധത്തിനായിക്കൊണ്ട്. സേന മഹസാ പയോധൗ ആദായ, തൻ്റെ തേജസ് കൊണ്ട് ഭൂമിയെ, പ്രഭാവത്താൽ ഭൂമിയെ ഒരു ഭാഗത്ത് ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട്. എന്താണ് അതിന് കാരണം? ചകിതാം ദൃഷ്ട്വ, ഭയപ്പെട്ടവളായി കണ്ടപ്പോൾ. പയോധൗ ആദായ, സേനമഹസ പയോധൗ ആദായ, വെള്ളത്തിൽ ഒരു ഭാഗത്ത് ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട്. മൃതവിധൗ ഉദയുക്ത, യുദ്ധത്തിനായിക്കൊണ്ട് ഒരുമ്പെട്ടു. ഹിരണ്യാക്ഷൻ്റെ കളിയാക്കലാണ് ആദ്യ ഭാഗം. അഹോ അയം ആരണ്യ മൃഗ ഇതി അസന്തം. ആരണ്യോയം മൃഗ ഇതി അസന്തം. ഇത് കാട്ടുമൃഗമാണ്, എല്ലാവരും വെറുക്കുന്നതും കളിയാക്കപ്പെടുന്നതുമായ മൃഗമാണല്ലോ. ബഹുതരൈതുരുക്തേ വിദ്യന്തം. ഇത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ, വേറെയും പലതും പറഞ്ഞു. ബഹുതരൈഹി, എന്തൊക്കെയോ ആക്ഷേപിച്ചു. വിഷ്ണുവിനെ കുറ്റം പറഞ്ഞിട്ടും ചീത്ത വശങ്ങളൊക്കെ എടുത്ത് പൊക്കി പറഞ്ഞിട്ടും പന്നി വേഷത്തെ വിമർശിച്ച് കളിയാക്കിക്കൊണ്ടും ഭീരുത്വമാണോ വേറൊന്നാണോ പലതും പറഞ്ഞിട്ടുണ്ടാവും. പലതും പറഞ്ഞു. ബഹുതരേ ദുരുക്തേർ വിദ്യന്തം. അങ്ങനെ പറയുന്ന ദിതിസുതം അവജ്ഞായ, ആ ദിതിസുതനായിരിക്കുന്ന അസുരനെ തീർത്തും അവഗണിച്ച് ഭഗവൻ അങ്ങ് എന്ത് ചെയ്തു? മഹീം പയോധാവാതായ, ഭൂമിയെ വെള്ളത്തിൽ ഒരു ഭാഗത്ത് വെച്ചു. എന്താണ് കാരണം? ചകിതാം ദൃഷ്ട്വ, ഭൂമി ഭയപ്പെട്ടവളായി തോന്നി ഭഗവാന്. ചകിതാം മഹീം ദൃഷ്ട്വ, ഭൂമി ഭയപ്പെട്ടവളായി കണ്ടിട്ട് പയോധോ ആദായ, വെള്ളത്തിൽ സ്ഥാപിച്ച്. മൃതവിധോ ഉദയുക്ത, യുദ്ധത്തിനായിക്കൊണ്ട് ഒരുമ്പെട്ടു എന്ന് പറയാണ്. ഇനി അങ്ങനെ യുദ്ധമാണ്. ഗതാപാണോ ദൈത്യേ ത്വമപി ഗൃഹീതോന്നത ഗതോ നിയുദ്ധേന ക്രീഡൻ കടകടരവോത്കുഷ്ടവിയതാ രണാലോക ഔത്സുക്യാൻമിളതി തുരസംഘേ ദ്രുതമമും നിരുന്ധ്യ സന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദീശേ. ഒരു ഗത എൻ്റെ കയ്യിലുണ്ട്,
എവിടുന്നോ സമ്പാദിച്ചാണ് ഗദ. ഗദാപാണൗദൈത്യേ, ഗദാപാണിയായ ഗദ കയ്യിലെടുത്തതായിട്ടുള്ള അസുരനെ എന്ത് ചെയ്തു? ത്വമഭിഹി ഗൃഹീത ഉന്നത ഗതോ, അതിനേക്കാൾ വലിയ ഗദ ഭഗവാന്റെ കയ്യിലുണ്ട്. കൗമോദകി എന്നാണ് അതിൻ്റെ പേര്. മര്യാദയ്ക്ക് ഒന്ന് കിട്ടിയാൽ ഒരസുരന്മാരും പിന്നെ ഒരാളും ബാക്കി ഉണ്ടാവില്ല. ആ മാതിരി അനവധി ദുഷ്ടദൈത്യന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ള ഗതയാണത്. ഉന്നത ഗതോ, ഇരണ്യാട്ടൻ്റെ ഗതയുടെയൊക്കെ അപ്പുറത്തേക്കുള്ള ഗതയാണത്. ആ ഗതന്നെ ഒരൊറ്റടി കൊടുത്താൽ ഇരണ്യാട്ടൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോവും. മര്യാദയ്ക്കൊന്ന് വീശിയാൽ മതി. ഉന്നത ഗതോ, വലിയ ഗതയെ ഭഗവാൻ പ്രയോഗിച്ചിട്ട് നിയുദ്ധേന ക്രീഡൻ, യുദ്ധം ഉണ്ടായി. അവിടെ പലതരത്തിലുള്ള യുദ്ധക്രീഡകൾ ഉണ്ടായി. യുദ്ധക്രീഡ എന്ന് പറഞ്ഞാൽ അടിക്കുക, അതിനെ തടുക്കുക, ചെരിഞ്ഞ് തഞ്ചം നോക്കുക, കാലിൻ്റെ ഇടയിൽ കൂടെ നൂല എടുത്തെറിയുക. ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധം വിവരിക്കും രാമായണത്തിൽ. ഓടിത്തടുക്കയും ചാടിത്തടുക്കയും കൂടി വിയർക്കയും എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ചാടി തലകുത്തി മറിഞ്ഞ് അങ്ങനെയൊക്കെ പല രീതിയിലും ഉന്നതഗത. അതാണ് ഗൃഹീദൈത്യേ ത്വമപി ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ, യുദ്ധക്രീഡ എന്ന് പറയും. പല പല തരത്തിലുള്ളതായ യുദ്ധമുറകൾ അവിടെ അരങ്ങേറി. അധികവും ഗത കൊണ്ട് തന്നെ ഏതുകൊണ്ടാണ് കട്ടക്കട്ട രവോത്കുഷ്ടവീയത. ഗതകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടും. മേല് കൊള്ളാണ്ടിരിക്കാൻ ഗത കൊണ്ട് തടുക്കലും അപ്പം തന്നെ ഒന്ന് കൊടുക്കലും കഴിയും. ഇങ്ങനെ തടുത്ത ശബ്ദം കേട്ടപ്പോൾ എന്തായി? കട്ടക്കട്ട എന്നുള്ള ശബ്ദം. ഗതകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന കട്ടക്കട്ടോ രവോത്കുഷ്ടവീയത, ഉത്കുഷ്ടവീയത. ആകാശത്തിൽ ഇതിൻ്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങാൻ തുടങ്ങി. കണയം കണയം കടയം കടയം എന്ന് ഗതകൾ കൂട്ടിമുട്ടുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ ആ ആകാശത്തിൽ മുഴങ്ങി. കട്ടകട്ട രവോത്കുഷ്ടവീയത, രവം ശബ്ദം. കട്ടകട്ട എന്ന രവം ഉത്കുഷ്ടവീയത, ആകാശത്ത് ഒച്ചപ്പാടുണ്ടായിട്ട് അങ്ങനെ മുഴങ്ങി. ധാരാളം ശബ്ദധ്വനികൾ കടകട എന്ന ശബ്ദം ആകാശത്തിൽ മുഴങ്ങി. അപ്പം രണാലോക ഔത്സുക്യാത് സുരസംഖ്യേ മിളതി. യുദ്ധം കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അതുണ്ടാവുമോ ചോദിച്ചാൽ ഉണ്ടാവും, സംശയമൊന്നും വേണ്ട. കുറേ ആൾക്കാർക്ക് അത് കാണാൻ ഇഷ്ടമല്ല. അയ്യോ യുദ്ധം വയ്യാട്ടോ എന്നുള്ളവരുണ്ടാവും. എന്നാൽ അങ്ങനെയല്ലല്ലോ ലോകം. എല്ലാവരും ഒരുപോലെ സ്റ്റണ്ട് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. സിനിമയിലല്ലേ സ്റ്റണ്ടില്ലേ, പിന്നെ എന്ത് സിനിമയെന്ന് ചോദിക്കുന്നവരില്ലേ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ചിലർക്കത് കാണൽ ഒരു രസമാണ്. നാരദൻ ആ കൂട്ടത്തിലൊരാളാണ്. അതിൽ ഈ അസുരന്മാർ തോൽക്കുന്നത് കാണാനേ കേട്ടോ അദ്ദേഹത്തിന് താല്പര്യമുള്ളൂ. ദേവന്മാർ തോൽക്കാനോ നല്ല സജ്ജനങ്ങളെ നശിക്കുന്ന യുദ്ധത്തിലോ താല്പര്യമില്ല. അദ്ദേഹത്തിന് അറിയാം മിക്കവാറും ഭഗവാനും ഇങ്ങനെയുമുള്ള യുദ്ധത്തിൽ അസുരന്മാരാ തോൽക്കുക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല ഉദ്ദേശമേ ഉള്ളൂ. സജ്ജനങ്ങൾക്ക് ദോഷം വരുന്ന വിധത്തിൽ നാരദന് ആഗ്രഹമില്ല. എങ്ങനെയെങ്കിലും ആരെങ്കിലും മരിക്കണതോ കഷ്ടത്തിലാവണതോ കാണാനല്ല എന്നർത്ഥം. അങ്ങനെ ഇഷ്ടം നാരദനില്ല. ദുഷ്ടന്മാർ തോൽക്കണത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു താല്പര്യം. അതിനുവേണ്ടി നാരദനടക്കമുള്ളവർ രണ ആലോക ഔത്സുക്യാത്, യുദ്ധമുണ്ട് നാം ഒന്ന് കണ്ടാലോ എന്ന് പറഞ്ഞ് അനവധി ദേവന്മാർ അവിടെ എത്തിച്ചേർന്നിരിക്കണു. രണാലോക ഔത്സുക്യാത് സുരസംഖ്യേ മിളതി സതി. സുരസംഘങ്ങൾ, ദേവസംഘങ്ങൾ ആകാശത്ത് നിരന്നിങ്ങനെ കാണുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞു? നേരെ ഇങ്ങനെ സന്ധ്യയാവുകയാണ്. തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, അവസാനിക്കണില്ല. ആരും ജയിക്കണമില്ല, ആരും തോൽക്കണമില്ല. പിന്നെ യുദ്ധം അവസാനിക്കാൻ പറ്റുമോ? പ്രഖ്യാപിക്കണമെങ്കിലല്ലേ, ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരാൾ ജയിക്കണ്ടേ? അപ്പം ദേവന്മാർക്ക് സന്ധ്യാസമയമായപ്പോൾ പരിഭ്രമായി. കാരണം ഈ സന്ധ്യയ്ക്ക് എപ്പോഴും ആസുരന്മാർക്ക് ശക്തി കൂടുന്നതാണ്. ആസുര ശക്തി സന്ധ്യയ്ക്ക് കൂടും, ദേവന്മാർക്ക് പരാജയം ഉണ്ടാവും. കാരണം നിശാചരൻ ഒക്കെ ഈ രാക്ഷസിമാർക്ക് പേര്. രാത്രി അവർക്ക് ശക്തി കൂടും, രാത്രിയാണ് സഞ്ചരിക്കുക. നക്തഞ്ചരൻ, നിശാചരൻ എന്നൊക്കെ രാക്ഷസന്മാർക്ക് പേര്. രാത്രിയാണ് അവർക്ക് സഞ്ചാരവും ശക്തിയൊക്കെ കൂടുക. ദേവകൾക്കൊക്കെ പകല് പ്രഭാതത്തിലാണ് ശക്തി കൂടുക. ധൃതം സന്ധ്യാത പ്രഥമം അമും നിരുന്ധ്യ ഇതി ധാത്ര ജഗതിഷേ. ബ്രഹ്മാവ് പറഞ്ഞു, എന്ത്? ധൃതം സന്ധ്യാത പ്രഥമം അമും നിരുന്ധ്യാഹ ഇതി. ധൃതം എന്ന് പറഞ്ഞാൽ വേഗം. വേഗം ഇവനെ വധിക്കണേ ഭഗവാനെ, ഇനി അധികം താമസിക്കണ്ട. എന്താ കാരണം? സന്ധ്യാത പ്രഥമമമും, സന്ധ്യയ്ക്ക് മുമ്പേ, സന്ധ്യയ്ക്ക്
മുമ്പേ ആണ് പ്രഥമം നമ്മുടെ വാക്കിനർത്ഥം. സന്ധ്യയ്ക്ക് മുമ്പേ അമും ഇവനെ, പ്രോനൗണാണ്, അവനെ ഇവനെ, നിരുന്ധ്യ കൊന്നാലും എന്ന് ധാത്രാ ജഗദീശെ ബ്രഹ്മദേവൻ ഉണർത്തിച്ചു, ഓർമ്മപ്പെടുത്തി എന്നർത്ഥം. യുദ്ധം കാണാനായിക്കൊണ്ട് ദേവന്മാർ സമ്മേളിപ്പിച്ചപ്പോൾ ധൃതം നിരുന്ധ്യാഹ, വേഗം വധിച്ചാലും. എപ്പോ? സന്ധ്യാതാ പ്രഥമം, സന്ധ്യയ്ക്ക് മുമ്പേ. സന്ധ്യാതാ പ്രഥമം അമുൻ നിരുന്ധ്യാഹ, സന്ധ്യയ്ക്ക് മുമ്പായിട്ട് ഇവനെ വധിച്ചാലും എന്ന് ധാത്രാ ജഗദീശേ ബ്രഹ്മദേവൻ ഭഗവാനെ ഓർമ്മപ്പെടുത്തി. വൈകിയാൽ അവർക്ക് ശക്തി കൂടും എന്നുള്ളതുകൊണ്ട്. ഗദാബാണോ ദൈത്യേ ത്വമപി ഗൃഹീതോന്നത ഗദാ ഗൃഹീതോ നിയുദ്ധേന ക്രീഡൻ കടകടരവോത്കുഷ്ടവിയത. കട 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 എന്ന ഗദകൾ കൂട്ടിമുട്ടുന്ന ആകാശത്തിൽ പൊങ്ങിക്കേൾക്കുന്ന ശബ്ദത്തോടു കൂടിയിട്ട പലതരത്തിലുള്ള യുദ്ധമുറകൾ അവിടെ അരങ്ങേറി. ഇത് കൗമോദകി എന്ന ഗദയെ ഭഗവാൻ പ്രയോഗിച്ചു. രണാലോക ഔത്സുക്യാൻ മിലതി, രണം കാണാനുള്ള ഔത്സുക്യം കൊണ്ട്, താല്പര്യം കൊണ്ട് ദേവന്മാർ വന്നെത്തിയപ്പോൾ ബ്രഹ്മദേവൻ എന്ത് പറഞ്ഞു? നിരുന്ധ്യ സന്ധ്യാത പ്രഥമം, സന്ധ്യയ്ക്ക് മുമ്പേ ഇവനെ വധിച്ചാലും എന്ന് ബ്രഹ്മദേവൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.